നമുക്ക് നമ്മുടെ ഈ ലൈവ് 3D അനമോർഫിക് വിഷ്വൽ എക്സ്പീരിയൻസ് നമുക്ക് പകർന്നു തന്നത് ഗ്രേ ഇന്ററാക്റ്റീവ് എന്ന സ്ഥാപനമാണ്. അതിന്റെ ജീവാത്മാവും പരമാത്മാവുമായ CEO സച്ചിൻ രാജീവ് വേദിയിലേക്ക്. ഹായ് സച്ചിൻ രാജീവ്, മ്യൂസിക് ഇട്ട് കൊടുക്കൂ. സച്ചിൻ രാജീവ്, ഹായ് സച്ചിൻ രാജീവ്, ഒരു കൈ ഇവിടെ കൊടുക്കൂ. സച്ചിൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആദ്യമായിട്ട് സച്ചിൻ രാജീവിന്റെ മ്യൂസിക് ഇട്ട് കയറ്റി ക്രെഡിറ്റ് നമുക്കല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മളെ ആൾക്കാരെ മ്യൂസിക് ഇട്ട് കയറ്റും, അതാണ് നമ്മുടെ ഒരു പ്രശ്നം. സച്ചിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ പൂജാതനായി. ഞാൻ ഇവിടെ എറണാകുളത്ത് തന്നെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. പഴങ്ങനാട്. ജനിച്ചത് ഇവിടെയാണോ? അല്ല, ഞാൻ വളർന്നതും മലപ്പുറമാണ്, മഞ്ചേരി എന്ന് പറഞ്ഞ. കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലമല്ലേ? ഓക്കെ. അപ്പൊ വളർന്നത് ഇപ്പൊ എറണാകുളമാണ് തട്ടകം. അതെ അതെ. ബാംഗ്ലൂർ ഓഫീസുണ്ട്. ബാംഗ്ലൂർ ഓഫീസ്. ദുബായിലേക്ക് യാത്രയുണ്ട്. യാത്രയുണ്ട്. ഇപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കണം അല്ലേ? യുദ്ധത്തിന്റെ കാലമല്ലേ? ഇന്നൊരു അലേർട്ട് വന്നെന്ന് പറഞ്ഞു അവിടെ. അത് ഒക്കെ അറിഞ്ഞു, അപ്ഡേറ്റഡാ. അപ്പൊ ഇതിന്റെ ഈ അനമോർഫിക് ഈ വീഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് അതിനെ കുറിച്ചൊന്ന് പറയൂ. സോ ബേസിക്കലി നമ്മൾ ഇത് ആക്ച്വലി ഒരു 2 ഡയമെൻഷണൽ സ്ക്രീൻ ആണ്. നമ്മൾ പക്ഷേ വിഷ്വൽസ് കാണുമ്പോൾ അല്ലെങ്കിൽ കോണ്ടന്റ് ഇതൊരു സ്ക്രീനിൽ നിന്ന് ചില എലമെന്റ്സ് പുറത്തേക്ക് വരുന്ന പോലെ ഒരു എഫക്ട് കൊടുക്കുന്നു. അതെ, ആ ഒരു എലമെന്റ്സ്. ഇപ്പൊ നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഇതിനകത്ത് വന്ന വാട്ടർ മെട്രോ ആണെങ്കിലും ട്രെയിൻസ് ആണെങ്കിലും KSRTC ഒക്കെ നമ്മൾ സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോലെ ഒരു എഫക്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ഇന്റൻഷൻ. 2D വഴി 3D കയറുക. അതെ, 2D ഡിവൈസ്, 2D ഹാർഡ്വെയർ, 2D ഡിസ്പ്ലേ. ബട്ട് വാട്ട് യു ആർ വാച്ചിങ് ഇസ് വാട്ടർ മെട്രോയും. ഓക്കെ. അതെ അതെ. ട്രെയിൻസ്. ഹെലികോപ്റ്റർ ഇന്ത്യൻ ടെലിവിഷനിൽ ആദ്യമായിട്ടല്ല, ടെലിവിഷനിൽ ഇത് ആദ്യമായിട്ടാണ്. ലൈവ് ഇന്ററാക്റ്റീവ് ഒരു അനമോർഫിക് ആപ്ലിക്കേഷൻ ഇതുവരെ ഇല്ല. ഫസ്റ്റ് ടൈം. വേൾഡിലും ഇല്ല. വേൾഡിലുണ്ടോ എന്ന് എനിക്ക് അത്രയും തള്ളണോ നമ്മള്? ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ട്, ഇന്ത്യയിലെ ടെലിവിഷൻ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റിൽ. കാരണം നിങ്ങൾ പറയുന്ന മണ്ഡലങ്ങളുടെ ഡേറ്റ അവിടെ നിന്ന് തന്നെ ട്രിഗർ ചെയ്ത് ഓട്ടോമാറ്റിക്കലി കാണുന്നുണ്ട്. താങ്കൾ ഒരു ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണോ? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ല, ഒന്നുമല്ല. ഞാനൊരു ക്രിയേറ്റീവ് ടെക്നോളജിസ്റ്റ് ആണ്. നമ്മളെ കൂടെ അതിനോട് ചേർത്തൂടെ? പിന്നെന്താ, നമുക്ക് ഈ ടെക്നോളജി ആയിട്ടൊക്കെ നടന്ന്. അല്ല, എനിക്ക് തോന്നുന്നത് എന്താണ് ഈ അനമോർഫിക് ലെൻസുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്താണ് ഈ അനമോർഫിക് എന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്താൽ നന്നായി. നമ്മൾ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ട, കുറച്ചു പേർക്ക് അറിയാം. നമ്മൾ ഇവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് ഇല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കാണുന്ന പെർസ്പെക്റ്റീവിനെ നമ്മൾ ചെറുതായിട്ട് കബളിപ്പിക്കുകയാണ്. വിഷ്വൽസ് വെച്ചിട്ടും ഈ ബ്ലാക്ക് ഏരിയാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് കബളിപ്പിക്കുന്ന ഒരു 3D ആനിമേഷൻ ടെക്നിക്കാണ്. പക്ഷെ നമ്മൾ ഫാക്സിൽ ഞങ്ങൾ അത് ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾ അതിന്റെ പല സാങ്കേതിക ഈ പറഞ്ഞ പോലെ ഓരോ എലിമെന്റ്സ് പുറത്തേക്ക് വരുമ്പോഴും മാറി നിൽക്കുന്ന പറയും. ഇതൊക്കെ അതിനെ ഓഡിയൻസിനെ കൂടുതൽ എൻഗേജ് ചെയ്യും. സച്ചിൻ ഇതൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ ഒരു ആശയം കൊണ്ടുവന്നപ്പോ തന്നെ വലിപ്പ ചെറുപ്പം നോക്കാം നമ്മളൊക്കെ ചേർത്ത് നിർത്തിയ 24-നാണ്. തീർച്ചയായിട്ടും. സച്ചിൻ വിവാഹിതനാണോ? അതെ. ഭാര്യയോട് നമ്മുടെ അന്വേഷണം. പിന്നെ തീർച്ചയായിട്ടും കണ്ടുകൊണ്ട്. വൈഫിന്റെ പേര് പറഞ്ഞില്ല. വൈഫിന്റെ പേര് ഐശ്വര്യ ശ്യാംകുമാർ. ഐശ്വര്യ ശ്യാംകുമാർ. ഈ ശ്യാംകുമാർ ആര്? ഐശ്വര്യ ശ്യാംകുമാർ. എന്തായാലും നമ്മുടെ ഈ അനമോർഫിക് വിഷ്വൽ എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു പുലിയാണ്. ഭാര്യയുടെ മുമ്പിൽ ഒരു വെയിറ്റ് ഉണ്ടാക്കാൻ വലിയ പാടാണ്. അല്ല, അതാ ഞാനത് പറയായിരുന്നു കേട്ടോ. ആ ലോക സത്യം അങ്ങേ അറിയിക്കുക. കേട്ടുപോയി എന്നുള്ളതാണ് പ്രശ്നം. റെഡി. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. താങ്കളുടെ സാങ്കേതിക സാധ്യതകളുമായി മുന്നോട്ട് പോവുക. താങ്കൾക്ക് ഐശ്വര്യങ്ങളെ ഉണ്ടാവും. ഇതാ വഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.